സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ഒരു മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യന് മരണത്തിന്റെ വേളയിൽ കിടക്കുകയാണ്. ആ മനുഷ്യന്റെ മുന്നിലേക്ക് അതാ മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാം ആ മനുഷ്യന്റെ റൂഹ് പിടിക്കുന്നതിന് വേണ്ടി കടന്നു വന്നിരിക്കുകയാണ്. മലക്കുകൾ ആ മനുഷ്യന്റെ മുന്നിലേക്ക് വന്നു. മലക്കുൽ മൗത്ത് കടന്നു വന്നു. റൂഹ് പിടിക്കുന്നതിന് വേണ്ടി മലക്കുകൾ വന്നു. അദ്ദേഹത്തോട് മലക്ക് ചോദിക്കുകയാണ്, ഏ മനുഷ്യ, നീ വല്ലതും ചെയ്തിട്ടുണ്ടോടാ? മരിക്കാൻ പോവുകയാണ്. റൂഹ് പിടിക്കാൻ വരുന്ന മലക്ക് ചോദിക്കുകയാണ്, നീ നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ മനുഷ്യ? ആ മനുഷ്യൻ അവിടെ നിന്ന് പറയുകയാ, എനിക്കൊന്നും അറിയില്ല, എനിക്കൊന്നും അറിയില്ല. പിന്നെയും ചോദിക്കുന്നു, നീ നിന്റെ ജീവിതത്തിൽ വല്ലതും ചെയ്തിട്ടുണ്ടോ? ആ സമയത്ത് ആ മനുഷ്യൻ പറയുകയാണ്, എനിക്കൊന്നും അറിയുന്നില്ല. മലക്ക് ചോദിക്കുന്നു, നീയൊന്ന് ഓർത്തു നോക്കടാ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, മുത്തുനബി അവിടെ നിന്ന് പറയുകയാണ്, റൂഹ് പിടിക്കാമെന്ന മലക്ക് നമ്മളോട് ചോദിക്കണമെന്നില്ല, ആ മനുഷ്യനോട് ചോദിക്കുകയാണ്, നീ ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ആ മനുഷ്യൻ പറഞ്ഞു, എനിക്കറിയില്ല. നിന്നോട് രണ്ടാമതും ചോദിക്കുകയാണ്, നിന്റെ ജീവിതത്തിൽ നീ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ആ സമയത്തും ആ മനുഷ്യൻ പറയുന്നു, എനിക്ക് ഓർമ്മയില്ല. മലക്ക് പറഞ്ഞു, ഓർത്തു നോക്കടാ, നീയൊന്ന് ഓർത്തു നോക്ക്, നിന്റെ ജീവിതത്തിൽ നീ എന്തെങ്കിലും നന്മ ചെയ്തിട്ടുണ്ടോ? ആ സമയത്ത് ആ മനുഷ്യൻ പറയുകയാണ്, ഞാൻ കച്ചവടം നടത്തിയിരുന്നവനാണ്. ഞാൻ കച്ചവടം നടത്തുന്ന സമയത്ത് പടച്ചവനെ, ആ മനുഷ്യൻ പറഞ്ഞു, ഒരുപാട് പേർക്ക് ഞാൻ കടം കൊടുക്കാറുണ്ടായിരുന്നു. അവന് കച്ചവടക്കാരനാണ്. ഞാൻ കച്ചവടം നടത്തുന്ന സമയത്ത് ഒരുപാട് പേർക്ക് പല സാധനങ്ങളും ഞാൻ കടം കൊടുക്കാറുണ്ടായിരുന്നു. പക്ഷേ തിരിച്ചടക്കാൻ പ്രയാസം അനുഭവിക്കുന്നവർ പലരും സാധനം വാങ്ങി, പലചരക്ക് സാധനം പലതും വാങ്ങി, പക്ഷേ കൊടുക്കാൻ പൈസയില്ലാതെ പ്രയാസപ്പെടുന്നവരുണ്ടല്ലോ. ആ കടം തിരിച്ചടയ്ക്കാൻ കഴിയാത്തവർ അങ്ങനെയുള്ള ഒരുപാട് പാപങ്ങളുണ്ടായിരുന്നു. അവർക്ക് ഞാൻ അവധി നീട്ടിക്കൊടുക്കുമായിരുന്നു. ഞെരുക്കമുള്ളവർ, ഒട്ടും അടയ്ക്കാൻ കഴിയാത്തവർ, ദരിദ്രരായവർ, പാവപ്പെട്ടവർ, അവർക്ക് ഞാൻ പടച്ചവനെ വിട്ടുവീഴ്ച ചെയ്യുമായിരുന്നു. ആ മനുഷ്യൻ അവിടെ നിന്ന് പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതല്ലാതെ മറ്റൊന്നും എനിക്ക് ഓർമ്മയില്ല. ആ മനുഷ്യൻ മലക്കുൽ മൗത്തിനോട് പറയുകയാണ്, എന്തെങ്കിലും നന്മ നീ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോ ആ മനുഷ്യൻ പറഞ്ഞു, ഞാനൊരു കച്ചവടക്കാരനാണ്, പലർക്കും ഞാൻ കടം കൊടുക്കാറുണ്ട്. പ്രയാസപ്പെടുന്നവർക്ക് ഞാൻ കാലാവധി നീട്ടിക്കൊടുക്കും. ഇനി ആർക്കെങ്കിലും അടയ്ക്കാൻ തിരിച്ചു തരാനില്ലാതെ വന്ന ഞാൻ അവർക്കങ്ങ് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുമായിരുന്നു. ഇതല്ലാതെ എനിക്കൊന്നും ഓർമ്മയില്ല. ആ സമയത്ത് അല്ലാഹുവേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ആ കടക്കാരന് വിട്ടുവീഴ്ച ചെയ്തു കൊടുത്തതിന്റെ പേരിൽ, തിരിച്ചടക്കാൻ ഗതിയില്ലാത്തവനോട് കരുണ കാണിച്ചതിന്റെ പേരിൽ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അല്ലാഹു അദ്ദേഹത്തിനെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിച്ചു എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, തനിക്ക് പൈസ തരാനുള്ള മനുഷ്യന്, ഗതിയില്ലാത്തവന് വിട്ടുവീഴ്ച ചെയ്തതിന്റെ പേരിൽ അല്ലാഹു ആ മനുഷ്യന് സ്വർഗം കൊടുത്തെന്ന് നബി മുഹമ്മദ് മുസ്തഫ. പലരുടെ കടയിൽ വന്നിട്ട് ഇങ്ങനെ മേടിക്കുന്നവരുണ്ട്, പൈസ വരട്ടെ, ഗൾഫിൽ നിന്ന് പൈസ വരുമ്പോ തരാം എന്ന് പറഞ്ഞ് കടം മേടിക്കുന്നവർ. ചിലർ പറയുന്ന ഡേറ്റ് മാറിപ്പോകും, പോട്ടെ കുഴപ്പമില്ല, 2 ആഴ്ച കൂടെ അല്ലെങ്കിൽ 1 ആഴ്ച കൂടെ തരാം എന്ന് പറഞ്ഞ് നീട്ടിക്കൊടുക്കുക. അല്ലെങ്കിൽ അവൻ അടയ്ക്കാനില്ല, തരാനില്ല, ഇങ്ങനെ അറിയാം, എന്നാ നീ തരണ്ട എന്ന് പറഞ്ഞ് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കും. ഈ ഒരു ഗുണമല്ലാതെ എനിക്കൊന്നും ഓർമ്മയില്ല. അള്ളാഹു ഇതിന് പകരം ആ മനുഷ്യന് സ്വർഗം കൊടുത്തെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകൻ ഇത് പറഞ്ഞിട്ട് അതിന്റെ ഗുണപാഠം പറയുക. അള്ളാഹു അതിന്റെ ഗുണപാഠം പറയുക. ഒന്ന്, അള്ളാഹുവിന്റെ കരുണ വിശാലതയുള്ളതാണ്. ആ മനുഷ്യന് വേറെ ഒന്നുമില്ല. മലക്ക് ചോദിച്ചു, വേറെ എന്തൊരു ഒന്നുമില്ല, ഇതേ ഉള്ളൂ.
എൻ്റെ ജീവിതത്തിൽ പറയാൻ പറ്റിയ ഒരു നന്മ ഇതേ ഉള്ളൂ. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിൻ്റെ കാരുണ്യത്തിന്റെ വിശാലത ഈ ചരിത്രത്തിലൂടെ എന്തിനാ ഈ ഒരൊറ്റ നന്മയ്ക്ക് പകരം അള്ളാഹു സ്വർഗം കൊടുത്തത്? അതാണ് അള്ളാഹുവിൻ്റെ കരുണ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. പ്രയാസപ്പെടുന്നവനെ, പ്രയാസത്തിൽ കഴിയുന്നവനെ സഹായിച്ചാ കിട്ടുന്ന പ്രതിഫലം സ്വർഗമാണ്. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു, പാവപ്പെട്ടവനെ സഹായിക്കുന്നതിലൂടെ കിട്ടുന്ന പ്രതിഫലം സ്വർഗം. 3, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇഹലോകത്ത് പ്രയാസങ്ങൾ ജനങ്ങൾ മാറ്റിക്കൊടുത്താൽ, ഇഹലോകത്തുള്ള ഈ ദുനിയാവിലെ ജനങ്ങളുടെ പ്രയാസം നീ മാറ്റിക്കൊടുത്താൽ പരലോകത്തെ പ്രയാസങ്ങൾ അള്ളാഹു നിനക്ക് മാറ്റിത്തരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഈ ഭൂമിയിലുള്ള നിന്റെ ചുറ്റുപാട് കഴിയുന്ന ഈ പാവങ്ങൾ, ബുദ്ധിമുട്ടിൽ കഴിയുന്നവർ, അവർക്ക് നീ ഒരു സഹായം ചെയ്തു കൊടുത്തു, അവരുടെ പ്രയാസം നീ മാറ്റിക്കൊടുത്തു. അങ്ങനെ മാറ്റിക്കൊടുക്കുന്നതിലൂടെ ആഖിറത്തിൽ നീ പേടിക്കേണ്ട, പരലോകത്ത് ചെല്ലുമ്പോ നിനക്ക് പേടിക്കേണ്ട അവസ്ഥ വരില്ല. ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യമാണ്. അല്ല പറഞ്ഞതാ. അള്ളാന്റെ വിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്ക്, പ്രതിഫലമുണ്ട്. ഇതാ പ്രതിഫലം. വയുതഇമൂന അത്അമ അലാ ഹുബ്ബിഹി മിസ്കീനൻ വയതീമൻ വഅസീറാ ഇന്നമാ നുത്ഇമുകും ലിവജ്ഹില്ലാഹ് ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറാ ഇന്നാ നഖാഫു മിർ റബ്ബിനാ യൗമൻ അബൂസൻ ഖംതരീറാ فوقاهم الله شر ذلك اليوم. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, ഫവഖാഹുമുല്ലാഹു ശർറ ദാലികൽ യൗം. ഏറ്റവും ശർറായ ദിവസമുണ്ടല്ലോ, ഏറ്റവും ശർറായ ദിവസം. അത് ഏത് ദിവസമാണ്? പടച്ചവനെ, മഹ്ശറയുടെ ദിവസമാണ്, പരലോകത്തിന്റെ ദിവസമാണ്. അന്നാണല്ലോ വല്ലാത്ത ഭയാനകത. അന്നല്ലേ ഒരു പെണ്ണ് പ്രസവിക്കുന്ന വേദന അറിയാത്ത ദിവസം. അന്നല്ലേ ചോരക്കുഞ്ഞിനെ വലിച്ചെറിയുന്ന ദിവസം. മാതാപിതാക്കളെ തിരിഞ്ഞു നോക്കാത്ത ദിവസം. അന്നല്ലേ പരസ്പരം ശപിക്കുന്ന ദിവസം, കുറ്റപ്പെടുത്തുന്ന ദിവസം, നിലവിളിക്കുന്ന ദിവസം. യാ വൈലതാ യാ ഹസ്റതാ, എന്റെ നാശമേ, എന്റെ നാശമേ എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങൾ കടന്ന് ശപിക്കുന്ന ദിവസമെന്നാണ്. നഫ്സി 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 നഫ്സിയാ. എല്ലാവരും സ്വന്തം കാര്യം നോക്കുന്ന ഭയാനകമായ പരലോകം. ആ പരലോകത്ത് വെച്ചാണ് റസൂലുള്ള പറയുന്നുണ്ട്, അങ്ങ് ചെമ്പിന്റെ തറയില് ഉടുതുണിയില്ലാതെ തലയുടെ മുകളിൽ ഒരു ചാണ് മുകളിൽ സൂര്യൻ ഉദിച്ച് നിന്ന് വിയർപ്പിന്റെ അകത്ത് കടന്ന് ജനങ്ങൾ ഇങ്ങനെ ഉരുകി മുങ്ങുമ്പോ ജനങ്ങൾ പറയുന്നു, അല്ലാ, നരകമാണെങ്കിൽ നരകം. പടച്ചവരെ, ഇവിടെ നിൽക്കാൻ വയ്യ തമ്പുരാന്, നരകത്തിലിടാണെങ്കിൽ നരകത്തിലിട്ടോ, ഇവിടെ നിന്ന് രക്ഷപ്പെടുത്തുമോ എന്ന് ജനങ്ങൾ പറയുന്ന ഒരു ദിവസമുണ്ടെന്ന് മുത്തുനബി എവിടെന്ന് പറയുമ്പോ, ആ പരലോകത്തിൽ രക്ഷപ്പെടണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടോ? പാവങ്ങളെ സഹായിച്ചോ, യതീമീങ്ങളെ സഹായിച്ചോ. ഈ ദുനിയാവിൽ ജീവിക്കുന്ന കാലത്ത് പണം വാരിക്കൂട്ടി നടക്കാതെ പടച്ചവരെ എന്ത് ചെയ്യണമെന്നറിയാത്തവരുണ്ടല്ലോ, കോടിക്കണക്കിന് ആസ്തിയുള്ളവനുണ്ടല്ലോ. എവിടെയൊക്കെയാണ് അവനെ കിടക്കുന്നതെന്ന് അവന് പോലും അറിയില്ല. പടച്ചവനെ, അത്രയും സമ്പാദ്യമുള്ളവന് പാവങ്ങളുടെ കണ്ണുനീര് കാണില്ല. വീടിന്റെ മുന്നിൽ കൈനീട്ടി വരുന്നവൻ ആട്ടിയോടിക്കുകയാണ്, വീടിന്റെ ഗേറ്റ് തുറക്കൂല. പടച്ചവനെ, ഒരു പരിഗണനയുമില്ല. എത്രയോ ക്യാൻസർ രോഗികള്,
ട്യൂമർ രോഗം പിടിച്ചവർ, കിഡ്നി തകർന്നു പോയവർ, പടച്ചവനെ മക്കളെ കെട്ടിക്കാൻ ഗതിയില്ലാത്തവർ, കൈയില്ലാത്തവന് കാലില്ലാത്തവർ യാചിക്കാൻ നിന്റെ മുന്നിൽ വന്ന് കൈനീട്ടുമ്പോ എന്റെ പ്രിയപ്പെട്ട മനുഷ്യ, നിന്നെ പോലെ വിചാരമുള്ള ഭാര്യയുള്ള മക്കളുള്ള കുടുംബമുള്ള കൂടപ്പുറപ്പുള്ള കുടുംബക്കാരുള്ളവനാണ് അവൻ ഗതികേട് കൊണ്ട് നിന്റെ മുന്നിൽ വന്ന് കൈനീട്ടുന്നവനാണ്. അവനുമുണ്ടടാ ഇസ്സത്ത്, അവനുമുണ്ടടാ അഭിമാനം. എന്നിട്ടും അവൻ നിന്റെ മുന്നിൽ വന്ന് എനിക്കെന്തെങ്കിലും താ എന്ന് പറഞ്ഞ് കൈനീട്ടുമ്പോ കൊടുക്കാൻ മനസ്സില്ലാത്തവനെ എങ്ങനാ റബ്ബ് നിനക്ക് കരുണ ചൊരിയുക? എങ്ങനാ പടച്ച റബ്ബ് നിന്നോട് കരുണ കാണിക്കുക? അതുകൊണ്ട് പ്രിയപ്പെട്ട മനുഷ്യ, നിങ്ങൾ നന്മകൾ ചെയ്തോ, പാവങ്ങളെ സഹായിച്ചോ, പാവങ്ങളെ സഹായിച്ചോ, നിങ്ങൾ എന്തെങ്കിലും കൊടുത്താ പടച്ച റബ്ബേ നിങ്ങൾക്ക് സ്വർഗം തരുമെന്ന് അല്ലാഹുവാ പറയുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് ഈ വഅദ് കേൾക്കുന്ന ഒരുപാട് സഹോദരങ്ങൾ, അല്ലാഹുവേ പണമില്ലാതെ പ്രയാസപ്പെടുന്നവർ, കിട്ടുന്ന ശമ്പളത്തിൽ നിന്നൊരൽപ്പമുണ്ടല്ലോ, ലക്ഷങ്ങളുടെ കടമുണ്ട്, വീടില്ലാത്തവരുണ്ട്, രോഗികളുണ്ട്, പലരും പടച്ചവനെ പള്ളിക്ക് വേണ്ടി ഒരു സ്ക്വയർ ഫീറ്റിന്റെ പൈസ ഒരു സദഖ നൽകിയിട്ട് അവര് ദുആഇന്റെ വസിയത്ത് എഴുതിയിടുമ്പോ പടച്ചവനെ നമ്മൾ അവരെക്കാളും എത്രയോ ഭാഗ്യവാന്മാരാ. ഉസ്താദേ മക്കൾക്ക് രോഗമാണ്, ക്യാൻസർ രോഗമാണ്, കിഡ്നി തകർന്നവരാണ്, ലക്ഷങ്ങളുടെ കടമുണ്ട്, വാടക വീട്ടിലാണ് കിടക്കുന്നത്. ഉസ്താദേ വളരെ പ്രയാസത്തിലാ, ദുആ ചെയ്യണേ എന്ന് പറഞ്ഞ് 1000ഉം 500ഉം 5000ഉം ഈ പള്ളിക്ക് വേണ്ടി തരുന്നവരെ, ഇതൊന്നും വെറുതെയല്ല പെങ്ങളെ, ഇതൊന്നും വെറുതെയല്ല മനുഷ്യ. പടച്ച റബ്ബിന്റെ പള്ളിക്ക് വേണ്ടി അല്ലാഹുവിന് സുജൂദ് ചെയ്യാൻ, റബ്ബിന് സുജൂദ് ചെയ്യുന്നതിന് വേണ്ടിയാണ് നിങ്ങൾ കൊടുക്കുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, എന്തിനാണ് ഈ വൈകുന്നേര സമയത്ത് ഇങ്ങനെ പറയുന്നതെന്നറിയോ? അല്ലാഹുവേ, ഇന്ന് ഈ പള്ളിയുടെ പണി നടക്കുന്നത് ഇതിനകത്തുകൂടെ വരുന്ന സദഖകൾ കൊണ്ടാണ്. നിങ്ങൾ കൊടുക്കുന്ന ചെറുതുണ്ടല്ലോ, അത് 1500 നിങ്ങൾക്ക് ചെറുതായിരിക്കാം, ഞങ്ങൾക്കത് വലുതാ പെങ്ങള്. അള്ളാന്റെ മുന്നിൽ വല്ലാത്ത പ്രതിഫലമാണ്. 500 അല്ലേ കൊടുത്തുള്ളൂ, 1000 അല്ലേ കൊടുത്തുള്ളൂ, 5000 കൊടുത്തില്ലല്ലോ, 50 ലക്ഷം കൊടുത്തില്ലല്ലോ പെങ്ങളെ. കൊടുക്കുന്നത് ചെറുതാണെങ്കിലും അല്ലാഹു വലം കൈ കൊണ്ട് വാങ്ങുകയാ. കൊടുക്കുന്നത് റബ്ബിന്റെ കയ്യിലാ. മുത്തുനബി പറഞ്ഞു, സഹാബാ, ഒരു ഈന്തപ്പഴത്തിന്റെ അത്രയാണെങ്കിലും ഒരു കാരക്കയുടെ പകുതിയാണെങ്കിലും നീ കൊടുക്കുന്നത് 1 രൂപയാണെങ്കിലും അത് അല്ലാഹുവിന്റെ കയ്യിലാ, അത് അല്ലാഹുവിന്റെ കയ്യിലാ. പടച്ച റബ്ബ് വലത് കൈ കൊണ്ട് മേടിച്ചിട്ട് എങ്ങനെ സൂക്ഷിക്കുമെന്നറിയുമോ? ഒട്ടകം കുഞ്ഞിനെ വളർത്തുന്നത് പോലെ, ഒട്ടകം തന്റെ കുഞ്ഞിനെ വളർത്തുന്നത് പോലെ, ഒരു കുതിര തന്റെ കുഞ്ഞിനെ വളർത്തുന്നത് പോലെ നീ കൊടുത്ത പള്ളിക്ക് കൊടുത്ത 1 രൂപയുണ്ടല്ലോ, 5000 അല്ല, 1 ചാക്ക് സിമന്റിന്റെ പൈസയാണെങ്കിലും, 1 ഗ്രാം സ്വർണത്തിന്റെ പൈസയാണെങ്കിലും, 1 സ്ക്വയർ ഫീറ്റ് ആകട്ടെ, 1 മുസല്ലയാകട്ടെ, നിങ്ങൾ കൊടുത്ത ആ ചെറിയ സദഖയുണ്ടല്ലോ, അത് അല്ലാഹു വലത് കൈ കൊണ്ട് സ്വീകരിച്ചിട്ട് അല്ലാഹു സൂക്ഷിച്ചു വെക്കുകയാ. എന്നിട്ട് എപ്പോഴാണ് തിരിച്ചു തരുന്നതെന്നറിയുമോ? യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സ്വഹിബതിഹി വ ബനീഹി. വാപ്പയും ഉമ്മയും ഭാര്യയും മക്കളും കൂടപ്പുറപ്പും കുടുംബക്കാര് ഒരു മനുഷ്യനും നിന്നെ തിരിഞ്ഞു നോക്കാത്ത ദിവസമുണ്ടല്ലോ. ആ ദിവസത്തെ കുറിച്ചറിയുമോ? അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാണ്, അല്ലാഹുവേ, ജനങ്ങൾ യാചിക്കുകയാ. നാളെ പരലോകത്ത് കടന്നുകൊണ്ട് ചില പിതാക്കന്മാര് യാചിക്കുകയാണ്. വീടിന്റെ മുന്നിൽ വന്നവൻ ആട്ടിയിറക്കുന്ന മുസ്ലിമേ, നല്ല കാര്യത്തിന് വേണ്ടി ചോദിക്കുമ്പോ ഇല്ല എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് വരുന്നവൻ ആട്ടിയിറക്കുന്ന മുസ്ലിമേ, പടച്ച റബ്ബേ, നാളെ പരലോകത്ത് തെണ്ടുമടാ.